ഭയം വേണ്ട, ജാഗ്രത മതി. മുകേഷിന് കുടചൂടി CPIM. നമസ്കാരം. മറുപുറത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന 4 വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ 4 വകുപ്പുകളാണ് ചുമത്തിയത്. എന്നാൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് 5 ദിവസത്തേക്ക് തടഞ്ഞു. മുകേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ്. സെപ്റ്റംബർ 3 വരെ അറസ്റ്റ് പാടില്ല എന്നാണ് ഉത്തരവിലുള്ളത്. നേരത്തെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലേക്ക് പോകാതെ അതീവ രഹസ്യമായി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെയും CPM-നെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുകേഷിന് കുടചൂടി നിൽക്കുകയാണ് CPM. ഘടകകക്ഷികളിൽ നടക്കം ആവശ്യം വന്നിട്ടും CPM അവരെ സംരക്ഷിക്കുകയാണ്. CPM-ന്റെ ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുള്ളത് കൊണ്ടാണ് CPM ഈ നിലപാട് സ്വീകരിക്കുന്നത്. മുകേഷിന്റെ രാജി എന്ന ആവശ്യവുമായി സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ, ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPM-ന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. CPM തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഘടകകക്ഷികളിൽ നിന്ന് പോലും ആവശ്യം വന്നിട്ടും CPM ഈ ആളെ സംരക്ഷിക്കുക. അതാണ് ഈ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ്. അതുമ്പോൾ തൊടുന്നില്ല CPM. എന്തുകൊണ്ടാണ് CPM-ന് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട്. ഇതിനകത്ത് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട്. പറഞ്ഞല്ലോ, കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും നിയമ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് 4.5 കൊല്ലം ഇത് പൂഴ്ത്തിവെച്ചു. ഇപ്പോഴും അന്വേഷണം നടത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷണം നടത്തില്ല. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന അഭിമുഖങ്ങളിലും സ്റ്റേറ്റ്മെൻറ്റിലെയും കുറിച്ചാണ് ഇപ്പോൾ ഒരു ടീം അന്വേഷിക്കുന്നത്. അത് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു. അപ്പോഴും രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് മുകേഷിനെ ചേർത്ത് പിടിച്ച് കൊടചൂടി നിൽക്കുന്ന, തണൽ കൊടുത്ത് CPM നിൽക്കുന്ന ചിത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ CPM എക്സ്പോസ്ഡായി. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? CPM ആണ് തീരുമാനം എടുക്കേണ്ടത്. അവർ തീരുമാനം എടുക്കുന്നത് നോക്കാം. പറഞ്ഞത് ശരിയായില്ലേ? ശരിയാണ്. മുഖ്യമന്ത്രി ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ആരെയോ ഭയക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പിണറായി സർക്കാരിന്റെ നിലപാട് ബാലിശമാണ്. അതേസമയം മുകേഷിന്റെ രാജി വിഷയത്തിൽ പ്രതികരിക്കാനാകാതെ മന്ത്രി സജി ചെറിയാൻ നോ കമന്റ്സ് എന്ന് പറഞ്ഞ് മന്ത്രി കോടതിയിലുള്ള വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ പരാമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.